ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഇഫ്താർ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലത്തെ ഇഫ്താറും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അധിക ദിവസം നമ്മൾ പത്തിരിയും കറിയും തന്നെയാണ് വീട്ടിലുണ്ടാക്കൽ. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കണേ. അപ്പം ഒരു 11 മണിയൊക്കെ ആയപ്പം ചിക്കൻ കായം തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നാരങ്ങ നീര്, തൈര്, മല്ലിയില, പുതിന, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ബിരിയാണി മസാല, ഗരം മസാല, ഉപ്പ്, ഇത്രയും സംഭവങ്ങൾ മിക്സിയിലിട്ടിട്ട് അടിച്ച് ഒരു പേസ്റ്റ് ആക്കിയിട്ട് അത് ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഞാനിതിന് മുന്നേ വേറൊരു സ്റ്റൈലിൽ നല്ല നാടൻ രീതിയിൽ ദം ചെയ്യണ ഒരു ബിരിയാണി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനൊന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ എവിടെയെങ്കിലും അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാം. വേണ്ടവർ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. അങ്ങനെ ഇത് കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലാണ് ആ മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം പിടിക്കുക. ഇന്ന് ബിരിയാണി ആയതുകൊണ്ട് തന്നെ സ്നാക്ക് ചിക്കനൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ എഗ് ബുർജി ഉണ്ടാക്കിയിട്ട് ഒരു സ്പ്രിംഗ് റോളാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ ഉള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്. ആദ്യം എഗ് ബുർജി റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ആദ്യം വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം വലിയുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് ആ ഉള്ളിൻ്റെ കളറ് മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ്. ഉള്ളി ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കുക്കായി വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉമ്മദ ബിരിയാണിക്കുള്ള അരി വേവിക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ പാകത്തിൽ വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ഇത്തിരി നെയ്യ്, പിന്നെ നാരങ്ങ നീര്, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും ഏതാണ്ടൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ മസാല സൈഡിലേക്ക് നീക്കിയിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇങ്ങനെ ഒന്ന് ചിക്കി പരത്തി കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, എനിക്ക് ഉപ്പില്ലാന്ന് തോന്നിയോണ്ടാണ്. പിന്നെ മല്ലിയിലയും കറിവേപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാല റെഡിയായി. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിംഗ് റോളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മടക്കിയെടുക്കാം. അപ്പം ചോറ് വേവിച്ചെടുത്തിട്ട് അതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബിരിയാണീൻ്റെ മസാല റെഡിയാക്കുകയാണ്. അപ്പോൾ ബിരിയാണി പോട്ട് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കുന്നുണ്ട്. എന്നിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നെയ്യിട്ട് കൊടുക്കും. 6 kg നെയ്യാണ് ഉമ്മ യൂസ് ചെയ്യണത്. ഏതാണ്ട് ഒരു 3-4 ടേബിൾ സ്പൂണോളം നെയ്യിട്ട് കൊടുക്കുക. ഇനി ആദ്യം ഈ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ആയി വന്നു കഴിഞ്ഞാൽ അത് കോരി മാറ്റിയിട്ട് ഇതിലേക്ക് തന്നെ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഉള്ളി നല്ല കനം കുറച്ച് മുറിച്ചതാണ്, ബിസ്തയാക്കാൻ വേണ്ടിയിട്ടാണിത്. ഉള്ളി ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ വേഗം തന്നെ നെയ്യിൽ നിന്ന് കോരി മാറ്റുക. ഇനി മസാലക്കുള്ള ഉള്ളി ഇതേ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, നല്ല കനം കുറച്ച് മുറിച്ചതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി കുറച്ചൊന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 തക്കാളിയാണ് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ചിക്കനിൽ അതൊക്കെ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് മസാല പുരട്ടി വെച്ചതാണ്. അപ്പോൾ ഈ തക്കാളി ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ എഗ് ബുർജി ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിത് സ്പ്രിംഗ് റോൾ ഷീറ്റിൽ വെച്ചിട്ട് മടക്കിയെടുക്കാൻ പോവാണ്. നമ്മുടെ സമൂസ ലീഫൊക്കെ പോലെ തന്നെയാണ് ഈ ഷീറ്റും. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് പല രീതിയിൽ മടക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈസി ആയിട്ട് 2 മെത്തേഡിലാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ഈ സ്പ്രിംഗ് റോൾ ഷീറ്റിൽ നിന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പം ഇനി ഇത് മടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ കുറച്ച് സൈഡിലേക്കായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വീണ്ടും റോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും അവസാനം കുറച്ച് മൈദ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റത്തെ മെത്തേഡ്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഫസ്റ്റ് ചെയ്യുമ്പം അത്ര നീറ്റായിക്കൊള്ളണമെന്നില്ല. പിന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുത്തിട്ട് അതിങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ നേരൊക്കെ ഇങ്ങനെ ഒരു പോയിൻ്റ് ആയിട്ടുള്ള ഭാഗം വരുന്ന പോലെ വെക്കുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് മേലെയായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഫില്ലിങ് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അധികം വെക്കരുത്. കുറേ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പ്രയാസമാണ്. അപ്പം ആവശ്യത്തിന് മാത്രം ഫില്ലിങ് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഇങ്ങനെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ മറ്റേ അറ്റത്ത് കുറച്ച് മൈദ പേസ്റ്റ് വെച്ച് അത് സീൽ ചെയ്തിട്ട് ഒട്ടിക്കുക. അങ്ങനെ ഞാൻ ഇതുപോലെ എല്ലതും മടക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാല നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മേലേക്ക് കുറച്ച് ബിരിയാണി മസാല, ഗരം മസാല, മല്ലിയില, പുതിന മുറിച്ചത്, കുറച്ച് ബിസ്തയാക്കി വെച്ചിട്ടുള്ള ഉള്ളി, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചോറിട്ടിട്ട് ഇത് ദം ചെയ്ത് വെക്കാം. ഒരു 2 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ലെയർ വെച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ബിരിയാണി മസാലയും ഗരം മസാലയും പിന്നെ മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിയില, പുതിന, അതുപോലെ ബിസ്ത ആക്കിയിട്ടുള്ള ഉള്ളി, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും, ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചോറിൻ്റെ മേൽഭാഗം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നെയ്യ്, പുതിന, മല്ലിയില, പിന്നെ ബിസ്തയാക്കി വെച്ചിട്ടുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതിനുശേഷം കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കുകയാണ്. ഇന്ന് സെബി ചാമ്പക്ക ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. വെള്ളച്ചാമ്പക്കയാണ്. അപ്പോൾ അതിങ്ങനെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്കി വെച്ചിട്ടുള്ള സ്പ്രിംഗ് റോൾസൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. എണ്ണ ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഇത് വേഗം തന്നെ ആയി വരും. അപ്പോൾ ചാമ്പക്ക ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ചാമ്പക്കൻ്റെ പീസസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര, പാല്, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അങ്ങനെ ഞാൻ സ്പ്രിംഗ് റോൾസൊക്കെ പൊരിച്ചെടുത്തിട്ട് ഒരു നല്ല പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇത് ബിരിയാണിയിലേക്കുള്ള തൈരിന് വേണ്ടിയിട്ടാണ്. ഒരു ബൗളിൽ കുറച്ച് ഉള്ളി, പച്ചമുളക്, ഉപ്പ്, ഇനി ഇതിലേക്ക് തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ബാങ്ക് കൊടുക്കാനായപ്പോൾ ടേബിളിൽ എല്ലാ സാധനവും ഒരുക്കി വെക്കുകയാണ്.
ഉമ്മ ബിരിയാണീൻ്റെ ദമ്മ് തുറന്നിട്ട് ചോറ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ വീണ്ടും ഒരു നോമ്പും കൂടെ നല്ല രീതിയിൽ തുറക്കാൻ പറ്റി. പിന്നെ ചാമ്പക്ക ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ആ എഗ് ബുർജി വെച്ചിട്ടുണ്ടാക്കിയ സ്പ്രിംഗ് റോളും അടിപൊളിയാണ്. ചട്നീൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാത്തിലേക്കും ചട്നി ഇവിടെ മസ്റ്റാണ് കേട്ടോ. ചട്നി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് പിന്നെ സോസ് ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ അതുപോലെ ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്. മസാലയൊക്കെ നല്ലോണം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ റെസിപ്പീസും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്